ഒരു ചെങ്ങായിമാരെ നട്ടുച്ചപ്പൊരി വെയിലത്ത് എന്താ വെയിലെന്ന് പറയാം, വിയർത്തൊലിച്ച് നമ്മളിതൊക്കെ കരുളായിലെത്തിട്ടോ. കരുളായിൽ എത്താനുള്ള കാരണം ഇതാ നമ്മൾ എത്താത്താൻ്റെ വീടാണത്. ക്ലിനിക്കൊക്കെ പോവാൻ രാവിലെ തന്നെ പെരുംജാതി മടിയേനി. ഇന്ന് ഓളെ കാണാൻ പോവാന്നൊരാഗ്രഹം നമുക്ക് മനസ്സിലിങ്ങനെ വന്നപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല. നേരെ വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കി കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ അയച്ച് കുളിച്ച് മാറ്റി റെഡി ആയിട്ട് നേരെ ബസ് കത്തുന്നപ്പോൾ ഇതാ കിടക്കണം നേരിട്ടുള്ള ബസ്. ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ബസ്സൊക്കെ കിട്ടി സന്തോഷമായി. നമ്മൾ കയറി ഇവിടെ എത്തിയിട്ട് കണ്ടോ ആകെ വിയർത്തൊലിച്ച്. ഇവിടെ ഇത് റോഡാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് വീടും. അപ്പോൾ റോട്ടിലത്തെ ചൂടും വീടിൻ്റെ ചൂടും എല്ലാം കൂടെ ആയപ്പോൾ ആകെ സെറ്റായി. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. വീഡിയോ ഉണ്ടല്ലോ. ഇതാണ് ഓള വീട്. അവിടെ ബാക്കിലൊക്കെ ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചെടികൾ, ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒക്കെ പോയില്ലേ. മാസ്ക് ഉണ്ടാകുന്ന ചെടിയാണ് ഗേസ്ത്. മാസ്ക് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇങ്ങനെ? ഇത് മാസ്ക് ഉണ്ടാകുന്ന പുതിയ തരം ചെടിയാണ്. അയവ പല മോഡൽ ചെടി കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം നനക്കാൻ മടിയായതുകൊണ്ട് കണ്ടോ റോസ പൂവാണ് കേട്ടോ, കരിഞ്ഞ റോസ. മടിച്ചാണ് ഗേസ്. ആദ്യമൊക്കെ നനച്ചിന്, ഇപ്പം മടിയായിട്ട്. ഇതെന്താ ഇപ്പോൾ ഈ പഴത്തിൻ്റെ പേര്? നല്ലോണം ഉണ്ടായിരിക്കണം. റൂബിക്കയാണ് കേട്ടോ, നന്നായിട്ട് ഉണ്ടായിക്കണ കണ്ടോ. ചക്ക ഉണ്ടായിക്കണോ? ചക്ക കാണിച്ചു കൊടുത്തില്ല. നല്ല അടിപൊളി റൂബിക്ക. പറഞ്ഞിട്ട് വാ. ഒന്നുമില്ല. ഇതാണ് നമ്മൾ അളിയാക്ക കേട്ടോ. ഒരു ഹായ് പറയാളേക്ക. അളിയാക്ക ഭയങ്കര ബിസിയാണ് കേസ്. അവിടെ പണിക്കാരുണ്ട് പാടത്ത്. അപ്പം അങ്ങോട്ട് പോവാണ്. എന്താ പോണം. നമ്മളെ താത്താക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചേച്ചി ഉണ്ട് അല്ലേ? എന്താ ചേച്ചിൻ്റെ പേര്? ഉറക്കെ പറ. ശാന്തകുമാരി. നല്ല ശാന്തമായിട്ടുള്ള ചേച്ചിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ശാന്തകുമാരി എന്നൊക്കെ വിളിക്കുന്നത്. ഓളും വണ്ടിയിട്ട് ഓളെ പെടും കരുതിയിട്ടേ. എന്താ എന്നിട്ട് വിശേഷം? നല്ല പാട്ടൊക്കെ അറിയോ? നാടൻ പാട്ട് പഠിച്ചിട്ടില്ല. എന്നാലും ഒന്ന് പാടിക്കാണ്. അറിവില്ല. അതൊരു വിശേഷമുണ്ട്. പഠിക്കാൻ പോയിട്ടില്ല. അത് നല്ലൊരു വിശേഷം തന്നെയാണല്ലോ. അതൊരു വിശേഷം തന്നെ. ആ ഒരു ഇതിലെല്ലാം ഒരു പ്രയാസമുണ്ട് അല്ലേ? ഞങ്ങൾക്ക് അതിനുള്ള അഹങ്കാരമൊന്നുമില്ല അല്ലേ? ഒരു പാട്ടാടി കൊടുക്കുന്ന പാടി. പാട്ടുകളൊന്നും അറിയില്ല. അങ്ങനെ പാടുന്നൊരു വേണ്ടേ? അറിയില്ലല്ലേ? എന്നാ വേണ്ട. ഞങ്ങൾ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കണില്ല അല്ലേ? അത് ആരായാലും അത് കേൾക്കാനൊരു വേണമല്ലോ. നിന്നിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ്. ഇതാണ് നമ്മളെ ഇത്താത്ത. ഒരു ഹായ് പറയൂ. കണ്ടോ ഞങ്ങളെ രണ്ടമ്മ പറ്റാള. അപ്പൊ ഞാനും ഏകദേശം ഇജാതി തടിയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഇവിടെ വേറൊരു വീടും കൂടെ ഉണ്ട് കേട്ടോ ഇവർക്ക്. അതൊന്ന് കാണട്ടെ. ഞാൻ കണ്ടിട്ടില്ല പാടവും ഇതൊക്കെ. ഇതാ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ. ഇവർ പറയണത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ്. ഞാനൊന്ന് പറിച്ച് ഇത് അവിടെയൊക്കെ ഉണ്ടായിരിക്കണം, ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്താ ഇതിൻ്റെ പേര്? മിറാക്കൽ ഫ്രൂട്ടോ? ഇതെന്താട്ടല്? ഇതിൻ്റെ കളിയൊക്കെ മരിച്ചാവോ? പോകാൻ ഉണ്ടാവില്ലേ? നല്ല രസമുണ്ട് കേട്ടോ സംഭവം. ഞാൻ ആദ്യമായിട്ട് തിന്നാ. നല്ല രസമുണ്ട്. ഇവിടെ വ്യത്യസ്തമായ ഓരോ സംഭവങ്ങളുണ്ട്. ഇതെന്താ? ഇതമ്പയെന്ന് വരാ. നമ്മൾ പണ്ട് പഴമ്പാലി ഇതവിടെ മധുരമില്ല. ആ ഫ്രൂട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതമ്പയങ്ങ. ഞങ്ങള് മധുരല്ലേ? ഇത് കണ്ടുകൊണ്ട് എല്ലാവരും വരുണ്ണയാളെ. നല്ല മധുരമുണ്ട്.
ഇങ്ങനത്തെ അമ്പായങ്ങ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തിന്നു. ഇതെന്താണെന്ന് അറിയാം എനിക്ക് പുളിയില്ലാതെ കിട്ടിയത്. ആ മിറാക്കൽ ഫ്രൂട്ട് തിന്നിട്ട് എത്ര മണിക്കൂറിന് 3 മണിക്കൂറിന് എന്ത് തിന്നാലും മധുരമായിരിക്കുന്നു. പുളിയില്ലതും ഒക്കെ മധുരമായിരിക്കുന്നു. ഇതൊരു അത്ഭുതമാണ് കേട്ടോ. എല്ലാവരും വന്ന് ഇവിടെ വന്നാൽ ഇവിടെ ഓരോന്നും ചിലപ്പോൾ പറിക്കാൻ ചീത്ത അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം. ചിലപ്പോൾ നല്ല ചീത്തയും കിട്ടും, അത് കേട്ട് പോരേണ്ടി വരും. പക്ഷെ ഇതൊരു സംഭവം കേട്ടോ. അമ്പായങ്ങക്ക് മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം. ഒന്ന് ഫുള്ള് തിന്നോക്കാം അമ്പായങ്ങ. ഇത് മറ്റേത് മിറാക്കൽ. സത്യം നാണ പറയല്ല. ഇതിപ്പോൾ എങ്ങനെ കാണിച്ചു തരാം? അല്ല കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ രുചിക്കലും നിങ്ങൾ വരണ്ടേ? സൂപ്പർ സ്റ്റാർ ഫ്രൂട്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ പരീക്ഷിക്കാൻ വന്നതാ കേട്ടോ. വലുതല്ലേ നല്ല ഇതല്ലേ ഇവിടെ തലന്റെ മുകളിൽ കൊമ്പോലെ ധൈര്യമായിട്ട് തിന്നാ ഏത് പുളിയില്ലതും. കാരണം നമ്മൾ മിറാക്കൽ തിന്നിട്ടുണ്ടല്ലോ മുന്നേ. ഓരോരോ കണ്ടുപിടുത്തങ്ങളെ കടിച്ചോ അച്ചാച്ചു ഈ പുളിയാണോ പേര്? പുളിയില്ലാന്ന് ധൈര്യമായിട്ട് തിന്നാ. പിന്നെ അത്ഭുതം, മഹാ അത്ഭുതം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതേ സംബന്ധിച്ച് കുറച്ച് കഴിഞ്ഞ് തിന്നുമ്പോഴോ 3 മണിക്കൂർ കഴിഞ്ഞാല് മധുരം ഞങ്ങൾക്ക് ഡെയിലി പരീക്ഷണല്ലേ. ആരെ കണ്ടുപിടിച്ചതാവട്ടോ. ഇതൊരു സംഭവമാണ്, ഇത് അത്ഭുതമാണ്. ഇതൊക്കെ എന്തൊരു പുളിയാണ്. ഇത് അവിടെ കാണുമ്പോൾ ഞാൻ തെറിയലാണ്. പക്ഷെ ഇത് നല്ല മധുരമുണ്ട്. ആർക്കും കഴിക്കാം, എപ്പോഴും കഴിക്കാം. ഇവിടെ വന്നാൽ മതി. പക്ഷെ ടിക്കറ്റ് എടുക്കൂലേ നമ്മള്? വെറുതെ ഒന്നും തരൂല. അപ്പോഴും ടിക്കറ്റ് ടോക്കനൊക്കെയാണ്. ആണോ? പല ജാതി ഐറ്റംസ് ഉണ്ട്. ഒന്നിനെറ്റുമ്പോൾ നേരമല്ല. പേരൻ്റെ ചുറ്റും ഓരോ സംഭവങ്ങളുണ്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാ പറയട്ടെ, അല്ലേ തന്നെ നീക്കാൻ തരും. മാഷാ അല്ലാ പറഞ്ഞിട്ടില്ലേ? ഇതെന്താ സംഭവം? മുള്ളൻചക്ക. മുള്ളൻചക്ക നല്ല ചക്ക. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഞങ്ങൾ ഇനി അതിലൊക്കെ പോയോക്കട്ടെ. പാടം പറമ്പും അല്ലാതെ കുറേ പാടം പറമ്പൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നല്ലൊരു വീടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ആ വീടിൻ്റെ മാത്രം ഒരു വീഡിയോ കേട്ടോ. കാരണം അത് നമുക്ക് കൊടുക്കാനുള്ള വീടാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുപോലെ നേരെ മറ്റേ വീട് കാണാം. മറ്റേ വീഡിയോ ഒക്കെ വരണം കേട്ടോ. അപ്പോൾ അവിടുത്തെ എത്തിയിട്ട് കാണിച്ചാൽ ഇതൊക്കെ ഇവരെ സ്ഥലം തന്നെയാണ് കേട്ടോ. അവിടെയാണ് മണ്ണിടുന്നത്. ഇതാണ് ഓളെ വീടിൻ്റെ ബാക്ക് ഭാഗം. ഒക്കെ ഇതാ മണ്ണിടുന്നു ഞാൻ കണ്ട് ഇതൊക്കെ. ഒരു കൊക്ക് നോക്കിക്കണൊക്കെ. പണ്ട് ഞങ്ങൾ ചെറുതായെന്ന് സ്കൂൾ പൂട്ടിന് ഓടി എത്തുന്ന സ്ഥലം അത്. അവിടെയാണ് തറവാട് അല്ലേ? ആ വീട്ടിലേക്ക് കുളിക്കാനൊക്കെ പോകും. അപ്പോൾ ഇതാക്കണ ഞങ്ങൾ ഇതിലിങ്ങനെ പോവാട്ടോ. നല്ല രസമാണ് ഇതിലൊക്കെ ഇങ്ങനെ കാണാൻ. പോത്തിന് അതെന്തോ സങ്കടം ഉണ്ടോന്ന് കണ്ണീരൊക്കെ വരുന്നുണ്ട്. കുളിപ്പിച്ചായിട്ടാണ്. ഞാൻ വിചാരിച്ച അതിനെന്തോ സങ്കടമുണ്ട്. ആ അവിടെ തൊഴിലുറപ്പത്തെ ആൾക്കാരുണ്ട്. ചേച്ചി സ്ഥലങ്ങളൊക്കെ ആവശ്യക്കാർ പറഞ്ഞുകൊണ്ടിട്ടോ. നല്ല സ്ഥലമാണ്. റോഡ് സൈഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ മതി. ഉള്ളിക്കൊന്നുമല്ല. എന്നാലും വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. വെള്ളം വഴി ഇതൊക്കെ പാടം. ഇതെന്താ തോടോ? ഇവള് പണ്ട് ഇതിന് തിന്നാൻ കൊടുത്തൊരു പട്ടിയാണ് കേട്ടോ. ഞങ്ങള് പാടം നോക്കാൻ പോയത്. ഭയങ്കര ഇണക്കാണ്. ഇത് പെരിയിലുണ്ടായി ഞാൻ കുട്ടികളൊപ്പേ. അത് ഞാൻ ബിസ്ക്കറ്റും പാലും കൊടുത്താ ഇന്നെ കണ്ട ഊറ്റത്തിൽ വന്നതാ. ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് ഞാൻ പേടിച്ച് ഇവള് വീണ് പണ്ണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ കരുളായി പഞ്ചായത്ത് റോട്ടിന് ഉള്ള നല്ല അടിപൊളി കണ്ണായ സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കാണുന്ന
കാണുന്നത് ആണ് നമ്മുടെ കരുളായി പഞ്ചായത്ത് റോഡ്. അവിടെ കുറച്ച് വീട് പഞ്ചായത്തിൻ്റെ അവിടെ കുറച്ച് വീട് നീങ്ങിയാൽ ലെഫ്റ്റ് സൈഡ് ഒരു താഴോട്ടൊരു റോഡുണ്ട് ചെറിയ ഇതാ കണ്ടോളിട്ടോ, ശരിക്ക് കണ്ടോളി. അപ്പോൾ ഇതാ ഇത് നമ്മൾ എത്താൻ്റെ വീടാണ്. ഇവരെ ഇങ്ങനൊരു വീട് കാണും, ഇവരെ സ്ഥലം തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ ഇതിൻ്റെ ബാക്കിൽ നല്ല അടിപൊളി നല്ലൊരു സ്ഥലമുണ്ട്, കണ്ണായ സ്ഥലം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് കുറച്ചുകൂടി നീങ്ങാനുള്ളൂ കേട്ടോ. അടിക്കണക്കൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ ഇതാക്കി കാണിച്ചു തരാം. നല്ല അടിപൊളി സ്ഥലമാണ്. കണ്ടോ പിന്നാലെ കൂടിയല്ലേ. അപ്പം ഞങ്ങൾ ഗൈസ് എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ അളിയാക്കാക്ക് ഇത് അവിടെ വേറൊരു വീടുണ്ട് കേട്ടോ, ഈ അങ്ങാടി തന്നെ ബാക്കിൽ അല്ലേ. എന്താ ഈ സ്ഥലത്തിൻ്റെ പേര്? പത്തോറപ്പടി പഞ്ചായത്ത് കഴിഞ്ഞിട്ട്, കരുളായി പഞ്ചായത്ത് കഴിഞ്ഞിട്ട് പത്തോറപ്പടി ഈ കടകളിലൊക്കെ ഇടയിൽ ആണ് ആ വീടുള്ളത്. അപ്പം ഞാൻ വീട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ വീട്. നമ്മളിവിടെ എത്തി. ഇപ്പം ആൾ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതാ ഈ റോഡ് സൈഡിൽ തന്നെ, ഇവിടെ തന്നെ. കിട്ടിയ അവസരം പായാക്കാതെ നടന്ന് 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 ചായ കുടിക്കാന്നുള്ള ലക്ഷ്യത്തിൽ പോവുകയാണ്. എവിടെ എത്തുമോ എന്തോ. നല്ല വീടുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. നല്ല ബജിയും ചായയൊക്കെ കിട്ടുന്ന ഒരു കട ഉണ്ട് എന്ന് പറയും. കുറച്ചവിടെ ദൂരത്താ ലക്ഷ്യം. പൈസ എടുക്കാതെ നടന്നു കേട്ടോ. എന്നിട്ട് ബസ് എന്നപ്പോൾ വാങ്ങിക്കണേ. അതിൽ ബസ്സിന് കഞ്ചാട്ടിയാണ് പറയണേ ഗൂഗിൾ പേ ഉണ്ടാവുമെന്ന്. അല്ല വന്നു ഉഷാറൊന്നുമില്ല. ഇപ്പോൾ നടന്നു നോക്കുമ്പോൾ കുറേ ഉണ്ട്. ഹായ് ഒരു ഓട്ടോറിക്ഷ കിട്ടി കയറാം. എന്നാ കയറാം. ഗൂഗിൾ പേ ഉണ്ടോന്ന്. അപ്പം ഉണ്ട് കയറപ്പോൾ ഞങ്ങൾ കയറാം. ചെട്ടിക്ക് ചായക്കാണ് ഞങ്ങൾ. ആവേശത്തിൽ ഇറങ്ങിയപ്പോൾ കുറച്ച് ആവേശത്തിൽ ഇറങ്ങിയതാണ്. ഇപ്പം ആവേശം കെട്ട് കുറച്ചെത്തിയപ്പോൾ തന്നെ ഏരിയയിൽ ഇറങ്ങിയില്ലേ. ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം എത്തിട്ടോ. അടിപൊളി സ്ഥലം ഇതാക്കണം. നിങ്ങൾ ചായ കുടിക്കാൻ അയവ നല്ല സ്ഥലം. ആ കണ്ടും കിട്ട വന്നേന് മുട്ടപ്പത്തിരി, ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, ചെറുമുളക് ബജി, മുട്ട ബജി. ആണോ? ഇത് പുതിയതല്ലേ? ആ നല്ല രസമുണ്ട്. നല്ല പാടം നോക്കി റോഡും നോക്കി നല്ല രീതിയിലിരുന്ന് ചായ കുടിക്കാം അല്ലേ? നടന്നാലും കൊയങ്ങി ചായൻ്റെ പൂതി. നല്ല ചൂട് ചായയും മുട്ട ബജി, മുളക് ബജി, പിന്നെ കുറച്ച് കാടമുട്ട അല്ലേ? ഏതായാലും വന്നതല്ലേ തിന്നിട്ട്. മാമനോടൊന്നും തോന്നരുത് മക്കൾക്ക് പറഞ്ഞാൽ കുട്ടികളെ സോറി ആണല്ലോ. വരെ ഉറപ്പാണല്ലോ. കുടിച്ചേട്ടോ. അപ്പോൾ ആ കണ്ടൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നീച്ച് പോകാൻ തോന്നിയില്ല. ഇവിടുത്തെ രസം കൊണ്ടേ
ഇപ്പം ഞങ്ങൾ ഓരോ സർബത്തും കൂടി പറഞ്ഞു. ഞങ്ങൾ കുടിച്ചായിട്ട് ഞാൻ എന്താ തോന്നണം നോക്കട്ടെ. ഓരോ സർബത്തും കൂടി പറഞ്ഞ കുടിച്ചാട്ടോ. ഇപ്പോഴൊരു സുഖമായത്, ദാഹം മാറിയത്. കുടിച്ചേക്കെ.